Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള കായ്പോള അല്ലെങ്കിൽ പഴംപോള എന്ന് പറയുന്ന പലഹാരമാണ്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. ഇതൊരു കുറച്ച് വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ ഇന്ന് ഇത് കായ്പോള ഉണ്ടാക്കി എടുക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് നാളികേരം ചെറുകിയതും 1/2 കപ്പ് അവൽ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അവലൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ ആ ഒരു സമയത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രിസ്പിയായി അതുപോലെ നാളികേരമൊക്കെ കളർ മാറി വരുന്ന സമയത്ത് അതിലേക്ക് 1.5 നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 നേന്ത്രപ്പഴം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒത്തിരി ചെറിയ പീസാക്കാൻ പാടില്ല. ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി അതവിടെ ഒരു പാത്രത്തിലാക്കി മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് കാഷ്നട്ടും മുന്തിരി ഇട്ടൊന്ന് നെയ്യിൽ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, ഇത് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു കാഷ്നട്ടും മുന്തിരി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെതായ ടേസ്റ്റ് കൂടുതൽ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളത് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കാഷ്നട്ടൊക്കെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 2 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ 2 മുട്ട മുഴുവനായിട്ടും മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ഭാഗം പഴം ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം പാല്, പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചിട്ടുള്ള പൊടി ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടിയിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ജ്യൂസ് പോലെ ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഈ ഒരു മിക്സ് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ആ മിക്സ് ഒരു വലിയ ബൗളിലോട്ട് മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും മുന്തിരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കേണ്ട, കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ കുറച്ച് അതിന് മുകളിലെ ഭംഗിക്കായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കാഷ്യൂനട്ടൊക്കെ വറുത്ത് വെച്ചിട്ടുള്ള പാനിൽ തന്നെ, അല്ലെങ്കിൽ ഏത് പാനിലാണോ നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം, നല്ലതുപോലെ നെയ്യ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് അതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ നേരിട്ട് സ്റ്റവിൽ വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ അത് അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു പഴയ നോൺ സ്റ്റിക്ക് പാൻ എങ്ങാനും വെച്ചിട്ട് അതിന് മുകളിൽ വേണം ഇത് വെക്കാനായിട്ട്. എന്നിട്ട് അതൊരു മൂടി വെച്ച് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്യണം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തു. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കാഷ്നട്ടും മുന്തിരി അതിന് മുകളിലൊന്ന് ഭംഗിക്ക് വേണ്ടിയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ മാത്രമേ നമ്മളിത് വെക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും അത് കാഷ്നട്ടൊക്കെ വെച്ചതിന് ശേഷം വീണ്ടും മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റും കൂടി അതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കായ്പോള അവിടെ റെഡി ആയിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ കാണുമ്പോൾ നമുക്കറിയാം നല്ലതുപോലെ അത് കുക്കായി വന്നിട്ടുണ്ട്. ജസ്റ്റ് കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കുക, അല്ലെങ്കിൽ ഇതുപോലൊരു സ്റ്റിക്ക് വെച്ചിട്ട് സെൻറ്ററിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മീതെ പൊടിയൊന്നും പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഫുള്ളായിട്ട് വെന്തെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇതിന് മുകൾ ഭാഗത്ത് ഈ ഒരു കളറിൽ തന്നെ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പാൻ എടുത്ത് അതിലൊന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതൊക്കെ അമഴ്ത്തിയിടാം. എന്നിട്ട് ആ മുകൾ ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ വെച്ചാൽ മതി. ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കായ്പോള ഇവിടെ റെഡിയായി. ചെറു ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കായ്പോള. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.